1,00,000 വനിതകൾ പങ്കെടുത്ത കർമ്മയോഗിനി സംഗമത്തിന് വേദിയായി നാഗർകോവിലെ അമൃത ക്യാമ്പസ്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹോസബാളെ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും കാലത്തിന് അത് അനിവാര്യമാണെന്നും ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ 1,00,000 വനിതകൾ ഒത്തുചേർന്നതോടെ കർമ്മയോഗിനി സംഗമം ആരംഭിച്ചു. നാഗർകോവിലെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹോസബാളെ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കാരവും തുല്യതയും ഉറപ്പുവരുത്തുന്നതാണ് ഭാരതത്തിന്റെ മൂല്യമെന്ന് ദത്താത്രേയ ഹോസബാളെ പറഞ്ഞു. കർമ്മയോഗിനികൾ നാടിന് നൽകിയ സംഭാവന വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Karmayogini Sangamam, as it has already been told, is the expression of the Shakti, the power of Mother, the womanhood. It is the manifestation of women's collective strength and will to render service to the society. It is very befitting that this Sangamam is being organized on the backdrop of tricentenary of Lokamata Ahilyadevi Holkar. സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ ഫലമുണ്ടാകുമെന്ന് മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. സ്ത്രീ ഉണരണം, ഉണർന്ന് പ്രവർത്തിക്കണം, കാലത്തിന് അത് അനിവാര്യമെന്നും മാതാ അമൃതാനന്ദമയി ദേവി വ്യക്തമാക്കി. ഭാരതത്തിലും ലോകത്തിലും സ്ത്രീശക്തി ഉണരണം, ഉയർന്നെഴുന്നേൽക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ ആവശ്യങ്ങളിൽ ഒന്നാണ് അതെന്ന് പറയുന്നത്. പുരുഷന് മാത്രം മുന്നേറാൻ കഴിയുന്ന ഒരു വൻവയാകാതെ സമൂഹം സ്ത്രീയും പുരുഷനും ഒന്നിച്ച് മുന്നേറാൻ അനുവദിക്കുന്ന ഒരു ഹൈവേ ആക്കണം. നിഷ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കടമ മുഴുവനുമായി ചെയ്യുന്നവരാണ് കർമ്മയോഗികളെന്ന ടെസി തോമസ്. Today, as we have gathered here, as we are celebrating the women power, Karma Yogini Sangamam, let me take this opportunity to express my gratitude to the organizers of Vaibhashri Seva Bharati Dakshina Tamil Nadu for giving me an opportunity to be part of this celebration. Mada Amrita Anandamayi Amma, a symbol of compassion and service, through her mud has provided over 1,100 crores in humanitarian help, including disaster relief, free medical care and housing for the underprivileged. ലോകമാതാ അഹല്യബായി ഹോൾക്കറുടെ 300ാം ജന്മവാർഷികത്തിന്റെയും RSS ശതാബ്ദിയുടെയും പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഗമത്തിൽ സ്ത്രീകളുടെ കൂട്ടായ സംരംഭമായ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷവും തമിഴ്നാട്ടിൽ ആരംഭിക്കുന്ന വനിതാ ശാക്തീകരണ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച സ്ത്രീകളെ സംബന്ധിച്ച പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ പ്രമുഖ വനിതകളും സംഗമത്തിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.